നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സൗദി കിങ്സ് കപ്പിൽ അൽ നസറിന് അത്യുജ്വല വിജയം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിലും കളിച്ചില്ല. അദ്ദേഹം ബെഞ്ചിലിരുന്നു. അദ്ദേഹത്തിന് മാച്ച് ഫിറ്റ്നസ് തിരിച്ചു കിട്ടുന്നത് വരെ അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം കളിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം വളരെ വൈകിയാണ് ടീമിനോടൊപ്പം ചേർന്നിരുന്നത്. എന്തായാലും കിങ്സ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32 മത്സരത്തിലാണ് അൽ ദിരിയക്കെതിരെ അൽ നസർ 1-4 ഗോളിന് വിജയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ അൽ ദിരിയ ഗോളടിച്ചിരുന്നു. രണ്ടാമത്തെ മിനിറ്റിൽ ഓസ്കാർ റോഡ്രിഗസിലൂടെയാണ് അൽ ദിരിയ മുന്നിലെത്തിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ 9 മിനിറ്റിന് ശേഷം 11ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് സിമഖാനിലൂടെ അൽ നസർ സമനില ഗോൾ നേടി. പിന്നീട് ജാവോ ഫെലിക്സിന്റെ അത്യുജ്വലമായ ഒരു ഗോൾ 35ാമത്തെ മിനിറ്റിൽ കണ്ടു. 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ 37ാമത്തെ മിനിറ്റിൽ അബ്ദുള്ള അൽ ഹംദാനിലൂടെ 3ാമത്തെ ഗോളും അൽ നസർ നേടി. അങ്ങനെ ഇടവേളയ്ക്ക് പിരിയുമ്പോൾ 1-3 ഗോളുകൾക്ക് അൽ നസർ മുന്നിലായിരുന്നു. പിന്നീട് 68ാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരിക്കൽ കൂടി ജാവോ ഫെലിക്സിന്റെ ഗോൾ. അങ്ങനെ 4ാമത്തെ ഗോളും അൽ നസർ നേടി. ജാവോ ഫെലിക്സ് ഇരട്ട ഗോൾ നേടിയ മത്സരത്തിൽ അത്യുജ്വലമായ കളിയാണ്. ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം മുന്നിലേക്ക് വന്ന് 4 ഗോൾ അടിച്ച് അൽ നസർ കാഴ്ചവെച്ചത്. അൽ നസറിന്റെ ഏകാധിപത്യം കളിയിൽ മുഴുവൻ കണ്ടു. ആദ്യ ഗോൾ വാങ്ങിയെങ്കിലും ആദ്യ ഗോൾ ഇങ്ങോട്ടാണ് വീണതെങ്കിലും പിന്നീട് അങ്ങോട്ട് അൽ നസറിന്റെ സമഗ്രാധിപത്യമാണ് കളിയിൽ കണ്ടത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൗദി കിങ്സ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും അത്യുജ്വലമായ കളികളാണ് വരാനിരിക്കുന്നത്. അടുത്ത മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സീസണിലെ 2 മത്സരങ്ങളിലും റൊണാൾഡോയ്ക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം തന്നെയാണ്. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്ത് പൂർണ്ണ ഫിറ്റ്നസ് തിരിച്ചു കിട്ടുന്നത് വരെ അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടതില്ല എന്നത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം തന്നെയാണ്. എന്തായാലും റൊണാൾഡോ ഇല്ലാതെ തന്നെ അൽ നസർ അത്യുജ്വലമായിട്ടാണ് കളിച്ചു വരുന്നത്. ഉഗ്രൻ അതിഗംഭീരമായി കളികൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇതാ അൽ ദിരിയെ 1-4 ഗോളിനും അൽ നസർ തോൽപ്പിച്ചിരിക്കുന്നു.